ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പുകാലത്തിലെ ഈ ആത്മീയ യാത്രയിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ്. അനുദപിക്കാത്ത നഗരങ്ങൾ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം! ബത്സേദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്ന് നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോതോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇന്നത്തെ ദൈവവചനം നമ്മെ ഒരു ഗൗരവകരമായ സത്യത്തിലേക്ക് വിളിക്കുന്നു. കൊറാസീം, ബത്സേദ, കഫർനാം, ഗലീലയിലെ 3 പ്രമുഖ പട്ടണങ്ങളെക്കുറിച്ച് വളരെ സങ്കടത്തോടുകൂടി ഈശോ തന്റെ പരസ്യ ജീവിതത്തിൽ പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ഈ ജനം മാനസാന്തരപ്പെടാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നതും വിലപിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷം. ദൈവത്തിന്റെ കരുണ അത്രമേൽ ലഭിച്ചിട്ടും ഒട്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ പോയ 3 നഗരങ്ങൾ. ഇത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നാം നിരന്തരം ദൈവവചനം കേൾക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു. പക്ഷേ ചോദ്യം ഇതാണ്: ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടോ? അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്നതിലല്ല, നമ്മുടെ ഹൃദയം മാറുന്നുണ്ടോ? പാപം വിട്ട് അകലുന്നുണ്ടോ? ദൈവത്തിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്നുണ്ടോ? ഈശോ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പ് ശാപമല്ല, ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ നോമ്പുകാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.